ഇസ്രായേലും അമേരിക്കയും ഉയർത്തുന്ന ഭീഷണികളെ ഒറ്റയ്ക്ക് നേരിടുന്ന രാജ്യമാണ് ഇറാൻ. മിഡിൽ ഈസ്റ്റിൽ ഈ രാജ്യങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന രാജ്യവും ഇറാൻ തന്നെ. വർഷങ്ങളോളം അടിച്ചേൽപ്പിച്ച ഉപരോധമൊന്നും ഇറാൻ്റെ ശക്തിയെ ചോർത്തിക്കളയാൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ ആണവശക്തിയായി മാറുമോ എന്ന ആശങ്കയിലാണ് ഇസ്രായേലും അമേരിക്കയും. ഇറാൻ്റെ ആണവ പദ്ധതികളെ നിരന്തരം തടസ്സപ്പെടുത്താനും ആണവായുധം സ്വന്തമാക്കുന്നത് തടയാനും ഈ രാജ്യങ്ങൾ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നു. പടിഞ്ഞാറൻ ശക്തികൾക്കെതിരെ അതിശക്തമായ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ഇറാനെതിരെ കപട കൂട്ടുകെട്ട് രൂപീകരിക്കുന്നുവെന്നാണ് ഖമേനിയുടെ ആരോപണം. റമദാൻ്റെ ആരംഭം കുറിക്കാൻ മാർച്ച് 2-ന് ഖുറാൻ പാരായണക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുമ്പോഴാണ് ഖമേനി പാശ്ചാത്യ ശക്തികൾക്കെതിരെ തുറന്നടിച്ചത്. ഇറാൻ്റെ വിദേശബന്ധം തകർക്കാനും രാജ്യത്തെ നിയന്ത്രിക്കാനും അവിശ്വാസികളായ ശക്തികൾ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുകയാണെന്നും ഖമേനി വിമർശിച്ചു. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇടപെടലുകളെ പ്രതിരോധിക്കാനും ഇറാൻ ജനതയോട് ഖമേനി ആഹ്വാനം ചെയ്തു. US-ഉം ഇസ്രായേലുമായി സംഘർഷം തുടരുമ്പോഴാണ് ശക്തമായ പ്രതികരണവുമായി ഖമേനി എത്തിയിരിക്കുന്നത്. കപട ആഗോള ശക്തികളുടെ കൂട്ടുകെട്ട് ഇറാനെ ആക്രമിക്കുകയാണെന്നും ഖമേനി കുറ്റപ്പെടുത്തി. ഇറാൻ്റെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ തകിടം മറിക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നതായും ഖമേനി ആരോപിച്ചു. അതിനിടെ ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കാതെ ഗാസ മുനമ്പ് പുനർനിർമ്മിക്കാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ഈജിപ്റ്റ്. ചൊവ്വാഴ്ച കെയ്റോയിൽ നടക്കുന്ന അടിയന്തര അറബ് ഉച്ചകോടിയിൽ പദ്ധതി അവതരിപ്പിക്കുമെന്നാണ് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലത്തി അറിയിച്ചിരിക്കുന്നത്. ഈജിപ്തിൻ്റെ പദ്ധതിയിൽ ഗസയുടെ പുനർനിർമ്മാണം മാത്രമല്ല, ധനസഹായം എങ്ങനെ കണ്ടെത്താം, യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം ആര് ഭരിക്കും എന്നിവയൊക്കെ ഉൾപ്പെടും. ഈജിപ്റ്റ് ഈ പദ്ധതിക്ക് അന്താരാഷ്ട്ര പിന്തുണയും ധനസഹായവും തേടും. ധനസഹായം നൽകുന്നതിൽ യൂറോപ്പിനായിരിക്കും നിർണായക പങ്കെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ അറബ് രാജ്യങ്ങൾ പുനർനിർമ്മാണം നടത്തുമെന്നതിൽ നിന്ന് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മൊത്തം സംഭാവന നേടാൻ സാധിക്കുന്ന തലത്തിലേക്ക് ഈജിപ്തിൻ്റെ നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന സൂചനയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് അറബ് യൂറോപ്പ് സഖ്യമായിരിക്കും പുതുയുഗ ഗസ പലസ്തീനികൾക്കായി ഒരുക്കാൻ പോകുന്നത്. ഈജിപ്തിൻ്റെ പദ്ധതിയെ ഫ്രാൻസും ജർമ്മനിയും പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്തതായും നയതന്ത്രജ്ഞർ പറഞ്ഞു. അതുപോലെ മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തിനിടെ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്കിനും മറ്റ് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരോടും പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. നിലവിൽ കെട്ടിടാവശിഷ്ടങ്ങൾക്കും മാലിന്യങ്ങൾക്കും ഇടയിലാണ് പലസ്തീനികൾ കഴിയുന്നത്. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും പുനർനിർമ്മാണം നടക്കുകയും ചെയ്യുമ്പോൾ ഗസയിൽ ഇവർക്ക് കഴിയാൻ ഇടങ്ങൾ ഒരുക്കാനും പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. ഗസ പുനർനിർമ്മാണത്തിനായി ഈജിപ്ഷ്യൻ അന്താരാഷ്ട്ര കമ്പനികളുടെ ഒരു കൺസോർഷ്യത്തെ ചുമതലപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി ഈജിപ്റ്റ് പദ്ധതി ചർച്ച ചെയ്തതായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും അറബ് പാശ്ചാത്യ നയതന്ത്രജ്ഞരും വാർത്താ ഏജൻസിയോട് പറഞ്ഞു. 3 ഘട്ടങ്ങളായുള്ള പുനർനിർമ്മാണ പ്രക്രിയയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് 5 വർഷം വരെ എടുക്കുമെന്നാണ് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം ഹമാസുമായോ ഫലസ്തീൻ അതോറിറ്റിയുമായോ പങ്കാളിത്തമില്ലാത്ത ഭരണകൂടം ഗസയിൽ സ്ഥാപിക്കുമെന്നതാണ് ഈജിപ്തിൻ്റെ പദ്ധതിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗസയ്ക്കായി ഒരു പോലീസ് സേന സൃഷ്ടിക്കപ്പെടാമെന്നും കേൾക്കുന്നുണ്ട്. ഫലസ്തീൻ രാഷ്ട്ര പദവിക്ക് വ്യക്തമായൊരു പാത ഉണ്ടെങ്കിൽ അറബ് ബഹുരാഷ്ട്ര പോലീസ് സേനയും ഗസയിൽ വന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.